പ്രശാന്ത് തോട്ടുങ്കൽ. മറ്റൊരു വാർത്തയിലേക്ക്. 1,00,000 കടന്ന സ്വർണ്ണവില. 50,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഒരു ഗ്രാമിന്റെ വില 6,300 രൂപയിലെത്തി. ലബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി. ലബി, 50,000-ത്തിന് 1,00,000-ത്തിന് മുകളിലേക്ക് ഒരു പവൻ സ്വർണത്തിന്റെ വില എത്തിയിരിക്കുന്നു. പണിക്കൂലി അടക്കം ഇപ്പം എന്താണ് ഒരു മാലയോ കമ്മലോ വളയോ എടുക്കണമെങ്കിൽ ആകെ ചെലവ്? നികേഷ്, ഈ സ്വർണ്ണ വില കുത്തനെ ഉയരുമ്പോഴും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവില്ല, വിപണിയെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പറയുന്നത് പോലെ 1 ഗ്രാം സ്വർണം എടുക്കുകയാണെങ്കിൽ പവന് ഇത്രയധികം വില വർദ്ധിക്കുമ്പോൾ അത് ആളുകൾക്ക് താങ്ങാനാവാത്തൊരവസ്ഥയിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമായൊരു കാര്യമാണ്. റെക്കോർഡ് വിലയിലേക്ക് മാർച്ച് 20-ന് സ്വർണം ഉയർന്നതാണ്. അല്പം ഒരു താഴ്ച കാണിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കുത്തനെ വീണ്ടും ഉയരുകയായിരുന്നു. ഈ സ്വർണ്ണ വിപണി ഇത്രത്തോളം വില ഉയരുന്നൊരു ഘട്ടം വരുമ്പോഴും അത് ആവശ്യക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വരുത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ എറണാകുളം MG റോഡിലുള്ള ഭീമ ജ്വല്ലറിയിലാണ് നിൽക്കുന്നത്. ഭീമയുടെ മാനേജർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഒരു പവൻ സ്വർണം എടുക്കുകയാണെങ്കിൽ പണിക്കൂലി, പണിക്കുറവ് ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാകും ഒരു പവൻ സ്വർണം വാങ്ങാൻ? മാത്രം ഇന്ന് 50,400 രൂപ റെക്കോർഡ് വിലയിലാണ് നിൽക്കുന്നത്. ഗ്രാമിന് 6,300 രൂപയോളം ആയിട്ടുണ്ട് ഇന്ന്. ഈ 6,300 എന്ന് പറയുമ്പോഴും 1,00,000 കവിഞ്ഞ ഒരു പവന്റെ വില എന്ന് പറയുമ്പോഴും അതിൽ മറ്റു ചെലവും വരുമല്ലോ. പണിക്കൂലിയുണ്ട്, പണിക്കുറവുണ്ട്. അതുകൂടി ചേർത്ത് ഒരു മാലയോ വളയോ വാങ്ങുന്നതിൽ ഒരു പവൻ സ്വർണത്തിന് ഒരു ഉപഭോക്താവിന് എത്ര രൂപ നൽകേണ്ടി വരും? അത് ഓരോ ആഭരണം എന്താണ് എടുക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അതിന്റെ പണിക്കൂലികളെല്ലാം വ്യത്യാസമായിരിക്കും. എന്നാലും എങ്ങനെ വന്നാലും ആവറേജ് വരുമ്പം എങ്ങനെ ഒരു 60-ന് മുകളിൽ എന്തായാലും പോവും. ടാക്സ് അടക്കം 3% GST അടക്കം വരുമ്പം ഏകദേശം ആ ഒരു പ്രൈസ് വരും. അത് പിന്നെ വെയിറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ ഡിസൈൻസിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇത്ര വില ഉയരുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 20-ന് റെക്കോർഡ് വിലയിലേക്ക് എത്തിയതാണ്, പിന്നെ താന്നു, പിന്നെ ഇപ്പോൾ ശരിക്കും റെക്കോർഡ് ഭേദിച്ച് പിന്നെയും കയറി. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ, അതോ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണോ? നമ്മുടെ ആവശ്യക്കാർ കല്യാണ ആവശ്യം ഇപ്പോൾ സീസൺ തുടങ്ങുകയാണല്ലോ. ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞോടുകൂടി ഇനി ക്രിസ്ത്യൻ കല്യാണങ്ങളും കാര്യങ്ങളും അപ്പോൾ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള ആവശ്യക്കാർ എന്തായാലും സ്വർണത്തിന് വേണ്ടി വരുന്നുണ്ട്. നികേഷ് ആദ്യം ചോദിച്ചതിന്റെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായും. അതായത് ഈ 1,00,000 കവിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും 1 ഗ്രാം സ്വർണത്തിന്റെ വിപണി, ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വിലയാണ് 50,000 കവിഞ്ഞു എന്ന് പറയുന്നത്. അതിലേക്ക് പണിക്കൂലി, പണിക്കുറവ്, ഒപ്പം ടാക്സ് എന്നിവ കൂടി ചേർക്കുമ്പോൾ അത് 60,000-ന് മേലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ഏതായാലും റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തുമ്പോൾ അത് കണ്ട് പകച്ചു നിൽക്കുക തന്നെയാണ് കൊച്ചിയിലെ സ്വർണ്ണ വിപണി. നികേഷ്, തീർച്ചയായും ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 1,00,000 കടന്നിരിക്കുന്നു സ്വർണ്ണവില. 50,400 രൂപ ഒരു പവൻ സ്വർണത്തിന്റെ മാത്രം വിലയാണ്. പണിക്കൂലിയൊക്കെ വരുമ്പോഴേക്കും ഏതാണ്ട് 60,000 കടക്കുന്നു ഒരു പവൻ സ്വർണത്തിന്.